ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളോട് കുറെ കമന്റ് വരുന്നുണ്ട് എ സികളെ കുറിച്ച്. നമുക്ക് കുറെ കമന്റ്സ് വരുന്നുണ്ട്. അതായത് ഈ ബ്രാൻഡ് നല്ലതാണോ, ഈ ബ്രാൻഡ് നല്ലതാണോ എന്നിട്ട് കുറെ കമന്റ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിൽ എനിക്ക് കമന്റ്സ് വരുന്നതിൽ നോക്കിയപ്പോൾ തന്നെ കുറെ ബ്രാൻഡുകൾ, ഭയങ്കര ലോക്കൽ ബ്രാൻഡുകൾ കുറെ പേര് വായിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പൊ തന്നെ ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് അറിയായിരിക്കും, എന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പൊ തന്നെ ഞാനതിൽ നമുക്ക് നമ്മുടെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കോളും ഇൻസ്റ്റാഗ്രാം കോളൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. അപ്പൊ റീസെന്റ് തന്നെ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആള് ഒരു എ സിയുടെ എ സി ബ്രാൻഡ് വാങ്ങിച്ചിട്ട് ആകെ പെട്ടിട്ട്, കടക്കാര് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ്, കടക്കാര് പറ്റി പണി കൊടുത്തതാണ്. ലോക്കൽ ബ്രാൻഡ് വാങ്ങിച്ചിട്ട് ആകെ പണി കിട്ടി. ഇപ്പൊ പുതിയ എ സി വാങ്ങിക്കേണ്ട സ്ഥിതിയാണ്, 8 മാസമാണ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ കഥയൊക്കെ ഞാൻ ഫുള്ള് പറയാം. അപ്പൊ ഞാൻ ഇന്നലെ 2 ദിവസമായിട്ട് നമ്മൾ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പെറ്റ് ഡോഗ് ഉണ്ടല്ലോ. അപ്പൊ എന്നെ നിങ്ങൾക്ക് അറിയിക്കും, ചിലപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാറുണ്ട്, പോപ്പി എന്ന് പറഞ്ഞിട്ട് പേരുള്ളത്. അവനൊരു സർജറി ആയിരുന്നു അപ്പൊ ഇന്നലെയൊക്കെ. അപ്പൊ നമ്മൾ അത് കാരണം അതിന്റെ ബിസി സംഭവമൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് നെക്ക് പെയിൻ ഭയങ്കര കൂടിയിട്ട് അതിന്റെ റെസ്റ്റും സംഭവമൊക്കെ ആയിരുന്നു. എനിക്ക് നെക്ക് ഡിസ്ക് കുറച്ച് കുഴപ്പമുണ്ട്. ഇപ്പൊ മിക്ക ആൾക്കാർക്കും ഉണ്ട്. വേറെ കാര്യം, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയാ, ഈ മൊബൈൽ നോക്കിയിരിക്കുക, കമ്പ്യൂട്ടർ നോക്കിയിരിക്കുന്നൊക്കെയാണ് ഇത് വരുന്നത് മെയിൻ ആയിട്ട്. ഭയങ്കര വലിയ ഇഷ്യൂ ആണ് ഇത്. ശരിക്കും ശ്രദ്ധിക്കാണ്ട് വിട്ടില്ലെങ്കിൽ ഇപ്പൊ റീസൺ ഞാൻ പിന്നെ ഇപ്പോ അടുത്ത ആഴ്ച ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട്. ഇപ്പൊ MRI സംഭവമൊക്കെ എടുക്കാൻ ഒരു രക്ഷയില്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് വന്നു വെച്ചാൽ കുറെ പേരെ എനിക്ക് ഇതുപോലെ കമന്റും, അതുപോലെ തന്നെ നമ്മളിപ്പോൾ റീസെന്റ് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ ആകെ ബിസി സംഭവമൊക്കെ ഒന്ന് പോരാ തന്നെ എനിക്കും വയ്യാണ്ടായി. അപ്പൊ അത് കാരണം ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ കുറെ പേര് ഇതുപോലെ AC വാങ്ങിക്കുന്നത് കാരണം കുറെ കമന്റ്സും സംഭവം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോരാത്തിന് നമുക്കിപ്പോൾ ആമസോണിലൊക്കെ നമ്മുടെ മെയിൻ ബ്രാൻഡ്സുകളൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേര് ഇതുപോലെ ഈ ലോക്കൽ ബ്രാൻഡ്സുകളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ആക്ച്വലി എടുത്ത് പറയാനോ, ഏത് ബ്രാൻഡ് നിങ്ങൾ വാങ്ങിക്കരുതെന്ന് വെച്ചാൽ കുറെ ബ്രാൻഡുകൾ ജസ്റ്റ് റീബ്രാൻഡ് ചെയ്തിട്ട് ഇറക്കുന്നതാണ്. അതെല്ലാം ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡും ജസ്റ്റ് റീബ്രാൻഡ് ഇറക്കുന്നതാണ്. അതിന്റെ സർവീസും പാർട്സ് തനി ലോക്കലായിരിക്കും. അപ്പൊ അത് എനർജി കൺസപ്ഷൻ കൂടാനോ അതുപോലെ തന്നെ കംപ്ലൈൻസും സർവീസും ഒന്നും കിട്ടില്ലായിരുന്നു. അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് എന്തായാലും വഴിയെ പറയാം. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽ കാണാത്ത പോയി കണ്ടോക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടാ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ കമന്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമന്റും കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലായി GH വേൾഡ് കാണാത്ത പോയി കണ്ടോക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ, മനസ്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യട്ടാ. നമ്മളിതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ്, മൂവി ന്യൂസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, മറക്കണ്ട കേട്ടാ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, പേജ് ഫോളോ ചെയ്താൽ മതി. അപ്പൊ എന്തായാലും ഞാൻ വീഡിയോയിലേക്ക് പോവാം. എന്താ വെച്ചാൽ എനിക്ക് കുറെ കമന്റ്സ് വരുന്നതാണ്. ആദ്യത്തെ കമന്റ് ഞാൻ അടുത്ത് പറയേണ്ടത് ഏതാണെന്ന് അറിയോ? നമ്മുടെ IFBയുടെ കമന്റ്സ് കുറെ വരുന്നുണ്ട്. IFBയുടെ AC നല്ലതാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ IFBയുടെ ACനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ല ഡീലിൽ നല്ല പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. IFB എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. പക്ഷെ പണ്ടത്തെ IFB അല്ല ഇപ്പോഴത്തെ IFB. ഇത് ആക്ച്വലി കമ്പനി മാറിയിട്ടുണ്ട്. അപ്പൊ അത് വിചാരിച്ചിട്ട് നിങ്ങൾ എടുക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. വാല്യൂ ഫോർ മണി പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. IFB വലിയ മോശമില്ലാത്ത കുഴപ്പമില്ലാത്ത സംഭവം തന്നെയാണ്. നിങ്ങൾക്കറിയാം IFBക്ക് വാഷിംഗ് മെഷീനും അതുപോലെ അങ്ങനെ കുറെ ഇലക്ട്രോണിക് ഹോം അപ്ലയൻസസ് ഡിവൈസുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് ലോക്കൽ എന്നൊന്നും പറയാനില്ല. നിങ്ങൾക്ക് നല്ല ഡീലിന് പ്രൈസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ എടുക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ LG, പാനസോണിക്, ഡൈക്കിൻ ആ പ്രൈസിനൊക്കെ ഈ സാധനം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് വാല്യൂ ഫോർ മണി അല്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രൈസ് നോക്കിയിട്ട് വാല്യൂ ഫോർ മണി കിട്ടുന്ന പ്രൈസിൽ നോക്കിയിട്ട് കിട്ടുന്നത് പറയാൻ കേട്ടാ. അപ്പൊ IFB ആദ്യത്തെ കുറെ പേർക്കുള്ള സംശയം, IFB കുഴപ്പമില്ല, ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാട്ടാ. പിന്നെ അടുത്തതാണ് കുറെ പേര് ചോദിക്കുന്നതാണ് നമ്മുടെ മാർക്യൂ ബൈ ഫ്ലിപ്കാർട്ടുകാരുടെ ആ സാധനത്തിന്റെ ഏരിയയിലേക്ക് പോരുത്. തനി ലോക്കൽ കൂതറ സാധനമാണ് കേട്ടോ. എന്നുവെച്ചാൽ കുറെ പേര് എടുത്തവർക്ക് പണി കിട്ടിയിരിക്കുന്നത്. ഒന്നാമത് സർവീസ് ഒന്നും വരില്ല. അതും പാർട്സ് ഒക്കെ പെട്ടെന്ന് അടിച്ചു പോകും. 6 മാസം. എന്തൊക്കെ ഒരു 5-8 കമന്റ്, ഇപ്പൊ കമന്റ് 5-8 ഇപ്പൊ എന്താ പറയാ കമന്റ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം 5-8 മാർക്യൂടെ കസ്റ്റമേഴ്സ് ഇഷ്ടം പോലെ ഇത് നമ്മുടെ കൺസ്യൂമർ ഫോറത്തിൽ എങ്ങനെ കംപ്ലൈന്റ് ഒക്കെ വെച്ചിട്ട്. പക്ഷെ വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ 6 മാസം 8 മാസമൊക്കെ ആയിട്ടുള്ളൂ. അവരെ സാധനം അടിച്ചു പോകും. അപ്പൊ സാധനം ഫുള്ള് വർക്ക് ചെയ്തിട്ടാണ് പിന്നെ പുതിയത് വാങ്ങിക്കേണ്ട സ്ഥിതിയാണ്. അപ്പൊ ഈ മാർക്യൂ ബൈ ഫ്ലിപ്കാർട്ടിന്റെ ഏരിയയിലേക്ക് പോരുത്, ഫുള്ളി അവോയ്ഡ് ചെയ്യാട്ടാ. പിന്നെ വരണ്ടാണ് വെർപൂൾ. കുറെ പേര് വെർപൂൾ ചോദിക്കുന്നത്. വെർപൂൾ നല്ല ബ്രാൻഡാണ്, ഫോറിൻ ബ്രാൻഡാണ്. പക്ഷെ ഈ 2024 ഞാൻ വെർപൂൾ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. നമ്മൾ പണ്ടത്തെ ഒരു 3-4 കൊല്ലം മുമ്പൊക്കെ നമ്മൾ വെർപൂളിന്റെ വീഡിയോ ഇട്ടുണ്ടെന്ന് വെച്ചാൽ എൻ്റെ വൈഫിന്റെ വീട്ടിൽ വെർപൂൾ പറഞ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ വീഡിയോ ഇട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ 2024 ഞാൻ വെർപൂൾ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഓൾമോസ്റ്റ് അത് നിർത്തി പോകാറായിട്ട് നിൽക്കുകയാണ് വെർപൂൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ സർവീസും പാർട്സ് ഒക്കെ കിട്ടാൻ ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ വെർപൂൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടാ. പിന്നെ വരുന്നതാണ് നമ്മുടെ ഓ ജനറൽ നല്ല ബ്രാൻഡാണ്. ഫിജിസ്റ്റോന്റെ ബ്രാൻഡാണ്, ഫോറിൻ ബ്രാൻഡ്. ചിലപ്പോൾ അറിയായിരിക്കും, ജപ്പാനീസ് ആണ്. അസൂസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ പാർട്സും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡ്. പണ്ട് ഒരു ഇന്ത്യയിൽ ഫിജിസ്റ്റോ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ഉണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഒക്കെ നിർത്തി. ഇപ്പൊ പക്ഷെ ഒരു പാർട്സുകൾ ഡീൽ ചെയ്യുന്ന ബ്രാൻഡാണ്, ഇഡിയോട്ട് ബ്രാൻഡാണ്. നല്ല സാധനം തന്നെയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം. പക്ഷെ സർവീസ് ഇഷ്യൂ ഉണ്ട് കേട്ടോ. മോസ്റ്റ്ലി പിൻകോഡ്സിലും സർവീസ് ഇഷ്യൂ ഉണ്ട് കേട്ടോ.
പിന്നെ വരുന്നതാണ് മിഡിയും വലിയ കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷെ ഫ്ലിപ്കാർട്ടിൽ ഞാൻ എടുക്കാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല മിഡിയയുടെ. നിങ്ങൾക്ക് അത്രയ്ക്കും പ്രൈസ് പറഞ്ഞാൽ നല്ല ഡീലിലൊക്കെ കിട്ടുകയാണെങ്കിൽ മാത്രം എടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വലിയ പിന്നെ മെയിനായിട്ട് ഫ്ലിപ്കാർട്ടിന് തീരെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഒരാൾ ചോദിച്ചാണ് എന്താണ് വെക്സ് അല്ലല്ലോ, മിത്തൂഷി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, മിത്തൂഷി അതേതോ എന്തോ കടക്കാർക്ക് പിടിപ്പിച്ചു കൊടുത്താന്നാ പറഞ്ഞത്. അങ്ങനത്തെ ലോക്കൽ കൂതറ സാധനം എടുക്കുന്നുണ്ട്. ഇവര് പരസ്യത്തിലൊക്കെ കൊടുക്കും, പേപ്പറിലൊക്കെ കാണാം 25,000 രൂപയ്ക്ക് 3 സ്റ്റാർ 5 സ്റ്റാർ AC എന്നൊക്കെ പറഞ്ഞ് കാണാം. അതൊക്കെ ഇങ്ങനത്തെ ലോക്കൽ കൂതറ സാധനമായിരിക്കില്ല. അതൊന്നും പോയി എടുക്കരുത്, കാശ് പോണ വഴി അറിയില്ല. കംപ്ലൈൻസ് വന്നിട്ട് ചിലപ്പോൾ നമുക്ക് 50,000 രൂപ AC ഡാഡും ഡബിൾ കാശ് ചിലപ്പോൾ പോകേണ്ടി വരും. ഇനീഷ്യലി ചിലപ്പോൾ നമുക്ക് 25,000 ചിലവുള്ളൂ. പക്ഷേ ചിലപ്പോൾ ഒരു 5-6 മാസത്തിൽ തന്നെ ചിലപ്പോൾ 50,000 മുകളിൽ ചിലപ്പോൾ കാശ് തന്നെ ചിലവാകും. അതുപോലെ തന്നെ സർവീസും കിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനത്തെ മീഡിയൊന്നും എടുക്കരുതിട്ട്. മീഡിയം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞ മിത്തൂഷി എന്ന് പറഞ്ഞ സാധനം ചില കുറവ് പേര് കേട്ടുണ്ടാക്കിയാൽ സാധ്യമില്ല. ലോക്കൽ ബ്രാൻഡുകളൊക്കെയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് എന്താണ് നന്ദിലത്തിലൊക്കെയാണ് ഈ സാധനം കണ്ടേക്കുന്നത്. പിന്നെ വരുന്നതാണ് പിന്നെ മെയിൻ മിസ്തുബിഷിയുടെ നമ്മൾ ഓൾറെഡി വീഡിയോ ഉണ്ടായിരുന്നു. കിടിലൻ സാധനം തന്നെയാണ്, നിങ്ങൾക്ക് നല്ല, പക്ഷേ പ്രൈസ് കൂടുതലായിരിക്കും, മെയിൻ്റനൻസും കൂടുതലായിരിക്കും. ഇനീഷ്യലി നമുക്ക് അതിൻ്റെ ഫിക്സിങ് ചാർജും സംഭവമൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് മാത്രം നോക്കിയെടുക്കുക. സംഭവം കിടിലൻ സാധനമാണ് കേട്ടോ. പിന്നെ കുറെ പേര് ചോദിക്കണമെന്നല്ലോ, മിത്താശ് നമ്മുടെ ഇതിലുണ്ട് കേട്ടോ, ഫ്ലിപ്കാർട്ടിലുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. പിന്നെ കുറച്ച് പേര് ചോദിച്ചത് തന്നു ഹിറ്റാച്ചി ആയിരുന്നു. ഹിറ്റാച്ചിയാണ് കുറെ പേര് കമന്റ് വന്നു. ഹിറ്റാച്ചി ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. സാധനം കംപ്ലൈൻസ് സംഭവമൊന്നുമില്ല, പക്ഷെ ഡയറക്റ്റ് കമ്പനി ഉണ്ടാക്കുന്നതല്ല. അതൊക്കെ ഒരു ജനറൽ ആയിട്ട് ഒരു മാനുഫാക്ചർ ഇവിടെ ഉണ്ടാക്കിയിട്ട് അതിന് ജസ്റ്റ് റീബ്രാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ പോരാത്തതിന് സർവീസും ഭയങ്കര മോശമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നിങ്ങൾ ആമസോണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ LG കാണില്ല, ഡൈക്കിന് കാണില്ല, എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പൊ അങ്ങനത്തെ സ്ഥിതിയിൽ ഇപ്പോൾ ആൾക്കാർ കുറേ ഉപയോഗിക്കുമ്പോൾ അപ്പൊ പിന്നെ ഏതെടുക്കുക? അങ്ങനെ നിങ്ങൾക്ക് നോക്കുകയാകുമ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്ന ബ്രാൻഡുകളാണ് വോൾട്ടാസ് സർവീസ് ഇഷ്യൂ ഒക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. പക്ഷെ കമ്പനിയും കൊള്ളാം, അവരുടെ പാർട്സും സംഭവങ്ങളൊക്കെ നല്ല തന്നെയാണ്. കംപ്ലൈൻസ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ലോയിഡ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സാധനം വേണമെന്നുണ്ടെങ്കിൽ, ബഡ്ജറ്റ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ലോയിഡ് ധൈര്യമായിട്ട് എടുക്കാം, കുഴപ്പമില്ലാത്ത സർവീസും പ്രൊഡക്റ്റും വലിയ കംപ്ലൈൻസും സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ വരുന്നതാണ് ബ്ലൂ സ്റ്റാറും അവൈലബിൾ ആണ്. ഓൺലൈനിൽ അവൈലബിൾ ആണ്, ഷോപ്പിൽ അവൈലബിൾ ആണ്. ബ്ലൂ സ്റ്റാറും എടുക്കാം, ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ്. ഇന്ത്യൻ ബ്രാൻഡുകളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനം ബ്ലൂ സ്റ്റാർ തന്നെയാണ്. പക്ഷേ അതും മിക്ക എല്ലാ ഏരിയസിലും പിൻകോഡ് ഇഷ്യൂകളുണ്ട് കേട്ടോ. പിൻകോഡല്ല, സർവീസ് ഇഷ്യൂകളുണ്ട്. കുറെ തേർഡ് പാർട്ടികളാണ്. തേർഡ് പാർട്ടി സർവീസൊക്കെ ഭയങ്കര ലോക്കലാണ്. അങ്ങനത്തെ ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വലിയ കംപ്ലൈൻസോ സംഭവമൊന്നും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ. കുറേ പേരെ ഇത് കമന്റ് ചെയ്തു. എനിക്കിത് എന്താ വെച്ചാൽ സെയിം കമന്റ് തന്നെ നമ്മൾ റിപ്ലൈ കൊടുത്ത് ഞാൻ പറഞ്ഞു. പിന്നെ പോരാത്തിന് നമ്മൾ വയ്യാണ്ടിരിക്കും, ആകെ നമ്മുടെ പോപ്പിയുടെ സർജറിയും സംഭവമൊക്കെ ആയിട്ട് ആകെ ബിസി സംഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ 2 ദിവസമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം ഒന്നും തുറന്നിട്ട് പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ കുറേ പേര് അതിൽ കമന്റും മെസ്സേജും സംഭവമൊക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം യൂട്യൂബിൽ കമന്റ് ചെയ്യാൻ നോക്കണം. എന്താ വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുള്ള പോരാ തന്നെ എൻ്റെ കഴുത്തും ഭയങ്കര ഇഷ്യൂ ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും മൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.